കർത്താവിന് മഹത്വം. കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, വിശേഷാൽ ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം വന്ദനവും ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ ഓർമ്മിച്ചതുപോലെ നമ്മൾ 55-ാമത്തെ ധ്യാനമാണല്ലോ ക്രിസ്തീയ ശിഷ്യത്വം പാടും നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം മുതൽ 56-ാം വചനം വരെയുള്ള വേദഭാഗം ചിന്തിപ്പാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സ് ഉറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമരിയക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടു. അതവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തിൽ തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞവരെ ശാസിച്ചു, നിങ്ങൾ ഏതാത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, രക്ഷിപ്പാൻ അത്രയോ വന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. ഈ ദൈവവചനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 9-ാം അധ്യായം ഞാൻ ദൈവമക്കളോട് ഓർപ്പിച്ചിരുന്ന ഒരു ട്രാൻസിഷനാണ്. 9-ന്റെ 51 മുതൽ ഈ വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 9-ാം അധ്യായം മുഴുവനും കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന വ്യത്യസ്ത പാഠങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ആ നിലയിൽ കർത്താവിൻ്റെ ആ സ്വഭാവത്തിൽ നിന്നും കർത്താവ് പഠിപ്പിച്ച പാഠങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുവാനായി സമർപ്പിച്ച് വരികയാണല്ലോ. 9-ന്റെ 51 മുതലുള്ള വാക്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ അവിടേക്ക് വരാം. അപ്പൊ ഇതുവരെ നമ്മൾ ചിന്തിച്ചത് 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായം വരെ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ കണ്ടത്. 1-ാം അധ്യായത്തിൽ ദൂതൻ വന്ന് ഇങ്ങനെ ഒരു ശിശു ജനിക്കുമെന്ന് മറിയയോട് പറയുന്ന ഒരു ദൂത്. 2-ാം അധ്യായത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ആ ജഡാവതാരം, ഹി വാസ് ബോൺ. 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഏകദേശം 30 വയസ്സുള്ളവനായി യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ അവിടുന്ന് സ്നാനമേൽക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. ആ 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപന്ന ദേഹരൂപത്തിൽ കർത്താവിന്റെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുന്നു. പിതാവ് വെച്ചിരിക്കുന്ന മിനിസ്ട്രിക്കുള്ള അനോയിന്റിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഹി വാസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. 2 മുതലുള്ള വാക്യങ്ങളിൽ 13-ാം വാക്യം വരെ 40 ദിവസം അവിടുന്ന് ഉപവസിക്കുന്നു. ആ സമയത്ത് പിശാച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പരീക്ഷിക്കുന്നു. ഇതാണ് ശരിക്കും ആ ഇൻട്രൊഡക്ടറി ആ ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷം 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 9-ന്റെ 50 വരെ കർത്താവിന്റെ മിനിസ്ട്രിയാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസിന്റെ എഴുത്തിൽ പ്രധാനമായി ഗാലിലിയിലുള്ള മിനിസ്ട്രിയാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ പ്രത്യേക സന്ദർഭത്തിൽ 9-ന്റെ 51
മുതൽ ഒരു വഴിത്തിരിവാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തു എന്ന് മാത്രം. ഇപ്പൊ ഗാലീലിയിലെ മിനിസ്ട്രിയിൽ ഞാൻ ഇന്നും ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്ത ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഗാലീലിയിലെ കർത്താവിന്റെ മിനിസ്ട്രിയുടെ പ്രയോറിറ്റി എന്തായിരുന്നു? യെസ്, അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കി, അവിടുന്ന് ഭൂതത്തെ പുറത്താക്കി, അല്ലെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കി. എന്നാൽ പ്രയോറിറ്റി 4-ാം അധ്യായത്തിന്റെ 43 സൂക്ഷ്മമായി പഠിച്ചാൽ ദൈവരാജ്യം പ്രസംഗിക്കുന്നതായിരുന്നു. അതവിടെ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ 12 ശിഷ്യന്മാർക്ക് അവിടുന്ന് ശക്തിയും അധികാരവും കൊടുത്തു സകല ഭൂതങ്ങളുടെ മേലും രോഗികളെ സൗഖ്യമാക്കുവാൻ. എന്നാൽ അവരെ അയക്കുമ്പോൾ അവിടെ പ്രയോറിറ്റി നമ്മൾ കാണുന്നത് preach the kingdom message. 9-ാം അധ്യായത്തിന്റെ 11 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴും യേശു ദൈവരാജ്യം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, വിശന്നവർക്ക് ആഹാരം അവിടുന്ന് കൊടുത്തു. ആവർത്തിച്ച് കാണുന്നു. അതുകൊണ്ട് പ്രിയരെ, ഈ കാലഘട്ടത്തിൽ എംഫസിസ് മാറിപ്പോകരുത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഉള്ളത്തിൽ വന്നൊരു ചിന്ത ഞാൻ നിങ്ങളോട് പറയുകയാണ്. കർത്താവിന്റെ അടുക്കൽ ആളുകൾ വന്നു, കർത്താവ് ദൈവരാജ്യം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, വിശന്നവർക്ക് ആഹാരം കൊടുത്തു. നമ്മളിൽ പലരും, എല്ലാവരും അല്ല പലരും, ആളുകളെ ഇപ്പോൾ വിളിക്കുന്നത് ആഹാരം കിട്ടുമെന്നും പറഞ്ഞ. അതിനാണ് ഞാൻ ഈ എംഫസിസ് കൊണ്ടുവരുന്നത്. The Lord will heal you, He will give you food, so please come. ദൈവരാജ്യം എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് വിട്ടുകളഞ്ഞിട്ടാണ് കർത്താവിലൂടെ ഉള്ള ഭൗതിക അക്ഷരീകമായ ഈ താൽക്കാലിക വിടുതലുകൾ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ അതില്ലെന്നാണോ പറഞ്ഞത്? അല്ല. യേശു അന്ന് രോഗികളെ സൗഖ്യമാക്കി, ഇന്നും രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കുന്നു. എന്നാൽ പ്രയോറിറ്റി, എംഫസിസ്, ഫോക്കസ് എന്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ കേൾവിക്കാരായ കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ അത് തിരിച്ചറിയണം എന്ന് ഞാൻ കർത്തൃനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എവിടെയൊക്കെ ഒരു ഷിഫ്റ്റ് വന്നതുപോലെ എനിക്ക് പലപ്പോഴും പലരുടെയും പ്രസംഗങ്ങളൊക്കെ കേട്ട് തോന്നാറുണ്ട്. വളരെ ശക്തമായ മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സന്തോഷത്തോടെ മുന്നേറാം. എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാലും അത് ദൈവമക്കള് സഹിക്കണം എന്ന കാര്യം കർത്തൃനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 51 മുതൽ 19-ന്റെ 27 വരെയുള്ള വചനങ്ങളിൽ യെരുശലേമിലേക്കുള്ള യാത്രയാണ്. വേണമെങ്കിൽ ഒരു കുറിപ്പ് നമുക്കുണ്ടാക്കാം. ദ റിജക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻട്രൊഡക്ഷൻ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ, പിന്നീട് മിനിസ്ട്രി ഓഫ് ജീസസ്. ഇവിടെ നമ്മൾ കാണുന്നത് യെരുശലേമിലേക്കുള്ള യാത്രയാണ്. അവിടെ കർത്താവിനെ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. ഒൻപതാം അധ്യായത്തിന്റെ 51-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. അപ്പൊ ഇതിനകത്തെ ചില പദപ്രയോഗങ്ങൾ, അതിന് ഞാൻ ഇംഗ്ലീഷിലെ 2 തർജ്ജമകളോട് വായിക്കാം. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ, when the days were approaching for his ascension, he was determined to go to Jerusalem. NASB. NIV-യിൽ
As the time approached for him to be taken up to heaven, Jesus resolutely set out for Jerusalem. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ, when the days were approaching, അല്ലെങ്കിൽ as the time approached, അപ്പൊ ആ വാക്കുകളിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച 9-ാം അധ്യായത്തിന്റെ 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലെ സംഭവങ്ങൾ കഴിഞ്ഞ് ചില നാൾ, അധികം നാളല്ല, ഒരല്പം സമയം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവന്റെ ആരോഹണം എന്നുള്ള പദപ്രയോഗം, അസെൻഷൻ, ലിറ്ററലി ലിഫ്റ്റിംഗ് അപ്പ് എന്ന അർത്ഥം. അപ്പൊ ചില ആളുകൾ അവരുടെ വ്യാഖ്യാനത്തിൽ ദൈവവചന അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യപുത്രനെ ഉയർത്തിയാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ മാത്രം അത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വ്യാഖ്യാനം അതിൽ പരിമിതപ്പെടുത്തുന്നു. എന്നാൽ അത് മാത്രം അല്ല ലൂക്ക് ഇവിടെ ചിന്തിക്കുന്നത്, എഴുതുന്നത്. അതും ഉൾപ്പെട്ടിട്ടുണ്ട്. ലൂക്ക് ഇവിടെ അർത്ഥമാക്കുന്നത് തീർച്ചയായിട്ടും ക്രൂശുണ്ട്, അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേൽപ്പ് ഇതിലുണ്ട്. അതിനുശേഷം ആ ആക്ച്വൽ അസെൻഷൻ, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു പ്രയോഗമാണ് ആരോഹണത്തിനുള്ള കാലം അടുത്തപ്പോൾ എന്നുള്ളത്. ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ക്രോസ്, അല്ലെങ്കിൽ അസെൻഷൻ വയ ദ ക്രോസ്, ഡെത്ത്, ബറിയൽ, റിസറക്ഷൻ, ഇതെല്ലാം ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ, ലിറ്ററലി ആ സമയം അത് ഫുൾഫിൽഡ് ആകാൻ, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആകാനുള്ള സമയം വന്നപ്പോൾ എന്ന അർത്ഥമാണ്. അവിടെ നമ്മൾ ഗ്രഹിക്കേണ്ടത്, നമുക്കറിയാം, നിങ്ങൾ ജോൺസ് ഗോസ്പൽ ഒക്കെ വായിച്ചിട്ടുണ്ട്, എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് ചില ഇടങ്ങളിൽ. പിന്നീട് 12-ാം അധ്യായത്തിന്റെ 23 മുതൽ എന്റെ നാഴിക വന്നു. അപ്പൊ കർത്താവ് ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് അവിടുന്ന് മുന്നോട്ട് പോകുന്നതായിട്ട് സുവിശേഷകർ വെളിപ്പെടുത്തുന്നത്. അപ്പൊ കാലം തികയാറായപ്പോൾ, അപ്പോൾ ദൈവത്തിന്റെ പുത്രനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിതാവിന്റെ ടൈം ടേബിളിലും പർപ്പസിലുമാണ് അവിടുന്ന് സഞ്ചരിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. അത് നമ്മൾ ഈ പ്രയോഗത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഒരു അർത്ഥം ആണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ന്റെ 37-ാം വചനത്തിന്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ കർത്താവ് പത്രോസിനെ ശാസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഗെത്സമന തോട്ടത്തിൽ, എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഒരു ടൈം ടേബിളിലാണ്, നിവൃത്തിയാകണം. Everything must be fulfilled according to the scriptures. ഈ ജെറുസലേമിലേക്കുള്ള യാത്ര, കർത്താവിനെ പലയിടങ്ങളിൽ റിജക്റ്റ് ചെയ്യുന്നത്, ഏറ്റവും അവസാനം ദ ക്രോസ്, ഇതെല്ലാം വളരെ കൃത്യമായ ഒരു ടൈം ടേബിളിലാണ് കർത്താവ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ലൂക്കോസ് 24, 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ഡിസ്റ്റർബ്ഡായി, ഡിസ്കറേജ്ഡായി എമ്മൗസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് ഈ 7 മൈൽ ദൂരം സഞ്ചരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകൾ, അവനവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവെഴുത്തുകളിലും
തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. They were disturbed because they did not believe all what the prophet said. കർത്താവ് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുക, എവറിത്തിങ്. കാരണം അവർക്ക് കർത്താവ് ഇങ്ങനെ മരിക്കുമെന്നുള്ളത് they just couldn't understand that. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവരുടെ കണ്ണുകൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും കർത്താവ് അവരുടെ കൂടെ നടന്നിട്ട് these are all fulfillment of scriptures. ഇത് തന്നെ 24 അധ്യായത്തിന്റെ 44 വാക്യത്തിന്റെ 2 ഭാഗം. ബാക്കിയുള്ള ശിഷ്യന്മാരും വളരെ ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ. സ്ക്രിപ്റ്റേഴ്സ് ആർ ബീയിങ് ഫുൾഫിൽഡ്. ആരോഹണത്തിനുള്ള കാലം തികയുക. It's going to be fulfilled. ജീസസ് ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് കർത്താവ് മുന്നോട്ട് പോകുന്നത് എന്നതിന് ഞാൻ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 3 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ പത്രോസ് യഹൂദന്മാരോട് പറയുന്നത്, ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അപ്പൊ കർത്താവിന്റെ ആരോഹണത്തിനുള്ള കാലം, അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ the cross, death, burial, resurrection, ascension, അതിനുള്ള കാലം, he is in the timetable of his father. അല്ലാതെ ഇങ്ങനെ വെറുതെ ഒരു ദിവസം യെരുശലേമിലേക്ക് പോകാൻ അങ്ങ് തോന്നിയതല്ല. എന്നിട്ട് 51 വാക്യത്തിന്റെ അടുത്ത ഭാഗം, അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ചു. ഇത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കർത്തൃദാസന്മാർ, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ ഈ മെസ്സേജിന്റെ ഒരു പ്രധാന ഊന്നൽ കൊടുക്കുന്ന ഒരു വേദഭാഗമാണ്. ജീസസ് ഇസ് വാക്കിംഗ് ഇൻ ദ ടൈം ടേബിൾ ഓഫ് ഹിസ് ഫാദർ. ഇവിടെ കണ്ടോ, അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ചു. ആ പ്രയോഗം, he was determined to go to Jerusalem. He set his face, resolutely set out. ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ. ഒരു തിരിച്ചുപോക്കില്ല എന്നതാണ് ഈ വാക്കിന്റെ ആശയം. ദൃഢനിശ്ചയത്തോടെ. ഈ 51 വാക്യം ഒരു വലിയ വഴിത്തിരിവാണ്. യെരുശലേമിലേക്കുള്ള യാത്ര, ശിഷ്യന്മാരുമായിട്ടുള്ള യാത്രയുടെ തുടക്കത്തിൽ കർത്താവിന്റെ ആ മനോഭാവമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനസ്സുറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അചഞ്ചലമായ ഒരു മനസ്സ്, മടിയില്ലാതെ ദൃഢനിശ്ചയത്തോടെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായി ഉറപ്പിച്ച് കാൽച്ചുവട് വെക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ്. എന്താണ് പിതാവിന്റെ ഇഷ്ടം? പിതാവിന്റെ ഇഷ്ടം യെരുശലേമിൽ പോയി he must endure the shame of the cross. സഫറിംഗ് ഉണ്ട്, റിജക്ഷൻ ഉണ്ട്. ക്രൂശിൽ കിടക്കുമ്പോൾ മാനവജാതിയുടെ പാപം തന്റെ മേൽ ചുമത്തപ്പെടുമ്പോൾ പാപിയായ മനുഷ്യന് വിരോധമായി നിൽക്കുന്ന പിതാവാം ദൈവത്തിന്റെ കോപം തന്റെ മേൽ ചൊരിയപ്പെടും. അത് സഹിക്കുക, എടുക്കുക എന്ന പിതാവിന്റെ ഹിതം മനസ്സിലാക്കിയിട്ട് determined, resolutely set out, മനസ്സ് ഉറപ്പിച്ചു. There is no turning back. I will do the will of my Father in heaven. ശിഷ്യത്വത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവമക്കള് ഇതോർത്തോണം.
ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്ന, ദൈവത്തിന്റെ പുത്രന്റെ കാൽച്ചുവടുകൾ പിൻപറ്റുന്ന, ക്രിസ്തീയ ശിഷ്യത്വത്തിന് കാൽച്ചുവടുകൾ വെച്ച ദൈവമക്കൾ ഓർക്കണം, it is not easy to fulfill whatever task that God has given you. അതിന് മനസ്സുറപ്പിക്കണം. That's what Jesus did. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരമായ, ഒരു നിലയിലും മൂവാകാത്ത, ഉറച്ചു നിൽക്കുന്ന ഒരു മനസ്സ്. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, Jesus very well knew what would happen to him in Jerusalem. അല്ലാതെ ഓക്കെ, പിതാവിന്റെ ഇഷ്ടം യെരുശലേമിൽ പോയി കുറിച്ചു എന്നാ അങ്ങ് പോയേക്കാം. അങ്ങനെ യെരുശലേമിൽ ചെന്ന് ഈ ക്രോസ് എൻഡ്യൂർ ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പല പല കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല നിശ്ചയം കർത്താവിനുണ്ടായിരുന്നു. ഏറ്റവും അടുത്ത ഒരാള് കർത്താവിനെ ഒറ്റിക്കൊടുക്കും എന്നുള്ളത് കർത്താവിന് അറിയാമായിരുന്നു. കർത്താവിനെ കോടതികൾ മാറി മാറി വിചാരണ ചെയ്യും, അത് അന്യായമായിട്ടായിരിക്കും, നീതി കിട്ടത്തില്ല, കർത്താവിനത് അറിയാമായിരുന്നു. കർത്താവിനെ പരിഹസിക്കുമെന്നും ചാട്ടവാറ് കൊണ്ട് അടിക്കുമെന്നും കർത്താവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. മുൾക്കിരീടം കർത്താവിന്റെ മേൽ വെക്കുമെന്നും കർത്താവിനെ ആളുകൾ പരിഹസിച്ച് തുപ്പുമെന്നും കർത്താവിന് അറിയാമായിരുന്നു. വലിയ ആണികൾ കൊണ്ട് കൈകാലുകൾ തുളയ്ക്കപ്പെടും, തറയ്ക്കുമെന്നുള്ളത് കർത്താവിനറിയാം. കുന്തമെടുത്ത് വിലാപ്പുറത്ത് കുത്തുമെന്നുള്ളത് കർത്താവിനറിയാം. ഈ ക്രൂശിന്റെ വേദനയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സകല സഫറിങ്ങിനെ കുറിച്ചും ശരിക്കും മനസ്സിലായിട്ടാണ് വേദപുസ്തകം പറയുന്നത്, resolutely set his face towards Jerusalem. അങ്ങനെ ഇരിക്കുമ്പോഴാ ഞാൻ ഓർത്തില്ല രക്ഷിക്കപ്പെടുമ്പോൾ ഇങ്ങനൊക്കെ വരുമെന്ന്. ഓർത്തില്ലല്ലേ? ജീസസ് ഓഫ് ദ ബൈബിൾ നമ്മൾ പഠിക്കണം. ആൻഡ് റിമെമ്പർ, ഈ ക്ലാസ്സുകൾ നിരന്തരമായി കേട്ട ദൈവമക്കൾക്കറിയാം, വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് അവിടുത്തെ മനുഷ്യത്വത്തിലാണ്. By the power of the Holy Spirit, he set his face towards Jerusalem to endure the cross, the mockery, the beatings. എല്ലാം അതെന്താണ്? I'll do the will of my Father in heaven. ക്രിസ്തുവിനെ അനുഗമിക്കാം നമുക്ക്. ക്രിസ്തുവിനെ അനുഗമിക്കാം നമുക്ക്. വീട്ടിലുള്ള പ്രശ്നമാകട്ടെ, വെളിയിലുള്ള പ്രശ്നമാകട്ടെ, വിശ്വാസികൾ എന്ന പേരെടുത്തവരുടെ പ്രശ്നമാകട്ടെ, എന്ത് തന്നെ എന്റെ മേൽ വലിച്ചെറിഞ്ഞാലും I will complete the course. I will finish the race. ക്ഷീണത്തിൽ ഇരിക്കുന്ന, മനസ്സ് മടിച്ചിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ പകൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പും ധൈര്യമുള്ളവളാകുക, ഉറപ്പും ധൈര്യമുള്ളവനാകുക. No, you have to complete the race. Praise the Lord. വഴിയിൽ വെച്ച് ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടേച്ചു പോകരുത്. അതിനല്ല നമ്മൾ ഇറങ്ങിയത്. യേശുവാണ് നമ്മുടെ മാതൃക. ഒരു നിമിഷം പോലും യേശു പതറുന്നില്ലെന്നുള്ളതാണ്. He knew what he's going to endure. പക്ഷെ അവിടുന്ന് ഏറ്റെടുത്ത ആ ദൗത്യം പൂർത്തീകരിക്കാനായി യെരുശലേമിലേക്ക് ദൃഢനിശ്ചയമുള്ളവനായി അവിടുന്ന് കടന്നു പോവുകയാണ്. മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി വീണ്ടെടുപ്പ് വില കൊടുക്കുവാനായി അവിടുന്ന് തയ്യാറായി. ഹൃദയം ഉറപ്പിച്ചവിടുന്നു. യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 7-ാം വചനം പരിശോധിച്ചാൽ അത് ഒരു മെസ്സിയാനിക് പ്രോഫസിയായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ
അമ്പരന്ന് പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ലൈക്ക് ഫ്ലിന്റ്. ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. വാക്ക് കണ്ടോ, തീക്കല്ല് പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എതിർപ്പിന് മുന്നിൽ കല്ല് പോലുള്ള, ഉരുക്ക് പോലെയുള്ള ദൃഢനിശ്ചയം. This is what the Lord wants us to follow. ഓർക്കുന്നുണ്ടോ? ഫോളോ മീ, ഫോളോ മീ. ആത്മരക്ഷ സൗജന്യമാണ്. പക്ഷേ ആത്മരക്ഷ ഏറ്റെടുത്ത ദൈവത്തിന്റെ മക്കൾ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ there is a price to pay. It will cost us everything. ഈ ദൂതാണ് നമ്മൾ മറച്ചു വെക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതെന്താണ്? ഓ, അത് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾ ആരും വരികയില്ല പാസ്റ്റർ. പിന്നെ എന്ത് പറയണം? ആഹാരം കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാരും വരും. ഈ ആഹാരം അത്ഭുതകരമായി കഴിച്ചവര് പോലും ഇതിന് പുറകെ ഇല്ല. They said, no, 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 not for this. മനുഷ്യൻ എപ്പോഴും ഫെൽറ്റ് നീഡാണ് ആകർഷണീയമായിട്ടുള്ളത്, ഫെൽറ്റ് നീഡ്. അതുകൊണ്ടാണ് ഉപദേശിമാരെല്ലാം ഫെൽറ്റ് നീഡ്, അത് കിട്ടും, ഇത് കിട്ടും, വന്ന് നോക്ക്. മനുഷ്യന്റെ റിയൽ നീഡ് എന്താ? റിയൽ നീഡ്, മനുഷ്യൻ പാപിയാണ്. പാപത്തിൽ നിന്നുള്ള വിടുതൽ it is only through our Lord Jesus Christ. അങ്ങനെ പാപത്തിൽ നിന്നുള്ള വിടുതൽ ഏറ്റെടുത്ത ഒരു ദൈവത്തിന്റെ പൈതൽ നടക്കേണ്ട പാതയാണിത്. ഇത് ഞെരുക്കമുള്ള വഴിയാണ്. ഇടുക്കമുള്ള വാതിലിലൂടെ കയറി ഞെരുക്കമുള്ള വഴിയെ നടക്കുക. പ്രിയരെ, ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. Praise the Lord. കർത്താവിന്റെ ആ ഡിറ്റർമിനേഷൻ, നീചമായ പെരുമാറ്റങ്ങൾ കർത്താവിന് വിരോധമായി വരുമെന്നുള്ളത് നന്നായി അറിഞ്ഞുകൊണ്ട് അവിടുന്ന് ഫ്ലിന്റ് പോലെ, a stone like steely determination അവിടത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇത്ര ശക്തമായി കർത്താവ് ഈ യാത്രയുടെ തുടക്കത്തിൽ കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ പിതാവിന്റെ ഇഷ്ടം കർത്താവിന് ചെയ്യാം. ഇത് കർത്താവ് ചെയ്യുന്നത് തികഞ്ഞ ദൈവ സ്നേഹത്തിലാണ്. എന്തും വരട്ടെ, ഈ ക്രൂശിൽ നിന്ന് എന്നെ പിന്മാറ്റാൻ പറ്റില്ല. എന്താണ് ഈ ദൈവസ്നേഹം? മനുഷ്യന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. He must pay the price. എബ്രായ ലേഖനം 12-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. അങ്ങനെയാണ് കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനായി യെരുശലേമിലേക്ക് യാത്രയാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരാൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അയ്യോ, ഞാനൊരു വലിയ പാപിയാണ്, എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ്. വിൽ ഗോഡ് അക്സെപ്റ്റ് മീ? ആരുടെയെങ്കിലും മനസ്സിൽ ആ ഒരു ചോദ്യമുണ്ടെങ്കിൽ, ലെറ്റ് മീ അഷ്യൂർ യു, നിർമ്മല മനസ്സാക്ഷിയോട് നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിന്റെ അടുക്കലേക്ക് പാപിയായ ഒരു മനുഷ്യൻ വന്ന് ഫോർഗിവ് മീ എന്ന് പറഞ്ഞാൽ അവിടുന്ന് താങ്കളെ തള്ളിക്കളയുകയില്ല.
അങ്ങനെ ഉള്ളവരെ വിടുവിക്കുവാൻ വേണ്ടിയാണ് ഈ ദൃഢനിശ്ചയത്തോടെ യെരൂശലേമിലേക്ക് കടന്നു പോകാൻ he resolutely set his face towards Jerusalem. ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് he will not turn off any sinner. It is up to the sinner to make up his mind and receive the gift of salvation. പാപവഴി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് പൂർണ്ണ ഹൃദയത്തോട് തിരിഞ്ഞ് കർത്താവിന്റെ രക്ഷണ്യ പ്രവൃത്തി ഗ്രഹിച്ച് മനസ്സിലാക്കി അതിൽ അർപ്പിക്കുന്ന ആശ്രയത്താലാണ് പാപിയായ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനായി വിശുദ്ധനായ ദൈവം നിങ്ങളെ പ്രഖ്യാപിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും ആ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് മാറിക്കോണം. What a price our Lord paid for you and for me. അവിടുന്ന് ദൃഢനിശ്ചയത്തോടെ. അപ്പൊ ഈ ഒരു ദൃഢനിശ്ചയം, ആ മനസ്സ് ഉറപ്പിച്ചതുപോലെ തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരും മനസ്സ് ഉറപ്പിക്കണം. കർത്താവിന് കോസ്റ്റിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. And he was willing to go. ഇതുപോലെ ശിഷ്യത്വ പാഠങ്ങൾ പഠിക്കുമ്പോൾ, കർത്താവിനെ അനുഗമിക്കുമ്പോൾ, അനുഗമനത്തിന്റെ പാതയിൽ ഞാൻ കൊടുക്കേണ്ട വിലയെക്കുറിച്ച് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കിയിട്ട് ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. I will follow Jesus. No turning back. No turning back. ഈ കമ്മിറ്റ്മെന്റ് കർത്താവ് എല്ലാ ശിഷ്യന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്നു. ഇൻഫാക്ട് ഡെയിലി ഫ്ലിന്റ് പോലെയാക്കണം. നമ്മൾ മനസ്സിനെ ഉറപ്പിക്കണം. എല്ലാ ദിവസവും സ്വയത്തിന് മരിച്ച് ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കണം. ആ ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇനി 51-ാം വാക്യത്തിൽ അതിൻ്റെ അടുത്ത ഭാഗം ഞാൻ അത് പൂർണ്ണമായിട്ടൊന്ന് വായിക്കാം. കാരണം 51-ാം വാക്യത്തിന്റെ ആ അവസാന ഭാഗവും 52-ഉം വളരെ കണക്റ്റഡ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരെങ്കിലും അത് എടുത്തോരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 51 to 52. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. മതി. അവസാനം 51-ന്റെ അവസാനം തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. അത് കഴിഞ്ഞ് അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. ആരാണ് ഈ ദൂതന്മാർ എന്നുള്ളത് ശരിക്കും ടെക്സ്റ്റിൽ നമുക്ക് വ്യക്തമല്ല. പക്ഷെ അവരെ അയച്ചതിന്റെ ഉദ്ദേശം, ഇങ്ങനെ 10-12 പേര് അതുവഴി വരുന്നുണ്ട്. അവരുടെ താമസവും ആഹാരത്തിന്റെ ക്രമീകരണവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ മെസ്സഞ്ചേഴ്സിനെ അയക്കുന്നത്. പക്ഷേ 52-ാം വാക്യത്തിൽ ശമര്യ വഴിയാണ് അവർ പോകുന്നത്. ഗാലിലിയിൽ നിന്ന് കർത്താവിന് ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. അതിനിടയ്ക്കുള്ള സ്ഥലമാണ് സമേറിയ. സാധാരണ യഹൂദന്മാർ അതുവഴി പോവില്ല. അതിന് കാരണം നൂറ്റാണ്ടുകളായി ശമര്യരും യഹൂദന്മാരും തമ്മിൽ ശത്രുതയിലാണ്. ആ ശത്രുതയ്ക്ക് ഒരുപാട് കാരണമുണ്ട്. പ്രത്യേകിച്ച് ഞാനതിൻ്റെ ചരിത്രപരമായ കാര്യത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. യഹൂദന്മാർ ശമര്യക്കാരെ ഹാഫ് ബ്രീഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അസീറിയക്കാരും യഹൂദന്മാരും തമ്മിലുള്ള
ബന്ധത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു ജാതി. അപ്പൊ പ്യോർ ജ്യൂസ് അല്ലാത്തത് കൊണ്ട് യഹൂദന്മാർക്ക് അവരുമായിട്ടുള്ള സജീവ ബന്ധമില്ല. മാത്രമല്ല, അവർക്ക് അവിടെ ആരാധനാലയവും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അത് നഷ്ടപ്പെട്ടു. അപ്പൊ അവർക്ക് അവിടെ ആരാധനയുടെ സംവിധാനമുണ്ട്. യെരുശലേമിലാണ് യഹൂദന്മാർ ആരാധനയ്ക്ക് പോകുന്നത്. അപ്പൊ ഒരു കാരണവശാൽ ഇവർ തമ്മിൽ യോജിക്കില്ല. സാധാരണ ഇങ്ങനെ വടക്ക് നിന്നും തെക്കോട്ട് ഒരാൾ പോകുമ്പോഴേ, ഒരു യഹൂദൻ പോവുകയാണെങ്കിൽ, സാധാരണ പോകത്തില്ല, പോകുകയാണെങ്കിൽ സ്വന്തമായിട്ട് അവര് ആഹാരത്തിന്റെ ക്രമീകരണം ചെയ്തേ പോകും യാത്രയിൽ കഴിക്കാനുള്ളത്. അത് അപൂർവം ആളുകൾ. സാധാരണയായി വാസ്തവത്തിൽ അതുവഴി പോകാതെ അവർ ചുറ്റിക്കറങ്ങിയൊക്കെ പൊക്കളയും. അത്ര ശത്രുതയിലാണ്. അപ്പൊ കർത്താവ് അതുവഴി പോകാനാണ് തീരുമാനിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ശിഷ്യന്മാർ ഇത് മനസ്സിലാക്കണം. നമ്മുടെ ഭാഷ ഞാൻ പറയാൻ, ജാതി പറഞ്ഞു ഒരാളിന്റെ നിറമോ ജാതിയോ ഒന്നും പറഞ്ഞ് അവരെ തള്ളുന്നില്ല. യഹൂദ മത അധ്യക്ഷന്മാർ കടന്നു പോകുവാനായി സാധ്യതയില്ലാത്ത ഇടത്തൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പോകുകയാണ് എന്ന് പറയുന്നത് ഒരു വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നത്. ഈവൻ ഇന്ന് പ്രസന്റ് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അത് നാട്ടിലാകട്ടെ US-ലാകട്ടെ, US-ലെ എന്നാണ് പറയുന്നത്, എനിക്ക് കൂടുതൽ അവിടുത്തെ കാര്യം അറിയത്തില്ലെങ്കിലും കറമ്പന്, വെളുമ്പന്, പിന്നെ മെക്സിക്കന്, സ്പാനിഷ് എന്ന് വേണ്ട, എല്ലാം നമ്മുടെ അകത്ത് എന്തോ ഉണ്ട്. ആമാര് അല്ലല്ല, സുവിശേഷം എല്ലാവർക്കും വേണ്ടിയാ. മലയാളി രക്ഷിക്കപ്പെടാത്തവൻ ടോട്ടലി ഡിപ്രൈവ്ഡ് ആണ്, പാപിയാണ്, അവൻ നരകത്തിൽ പോവും. കാറമ്പനാണേലും വെളുമ്പനാണേലും സ്പെയിൻകാരനാണേലും മെക്സിക്കനാണെങ്കിലും ഫിലിപ്പിനോ ആണെങ്കിലും ഏത് പുള്ളിയാണെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ള ആത്മരക്ഷ. രക്ഷിക്കപ്പെടാത്തവൻ നരകത്തിൽ പോവും. സത്വർത്തമാനം, സുവിശേഷം എല്ലാവർക്കും ഉള്ളത്. ആരും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നാട്ടില് ഇപ്പം ചിലരൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ചിലരൊക്കെ വന്നു കഴിഞ്ഞാൽ കാരണവന്മാരെ അവരൊക്കെ വേറെ ഗ്ലാസ്സിലാണ് ചിലർക്ക് വിളമ്പുന്നത്, ഇല്ലേ? പെന്തിക്കോസിലൊക്കെ വന്നാലും അതങ്ങോട്ട് അകത്തുനിന്ന് പോകുന്നില്ല. ജീസസിന്റെ മോഡല് കണ്ടോ? പോകാൻ തയ്യാറാണോ ഈ പാതയിൽ? യെരുശലേമിലേക്ക് പോകുമ്പോൾ he went through Samaria. വലിയ ദൂതാണിത്. ജൂയിഷ് ആളുകളെ ഹേറ്റ് ചെയ്യുന്ന സമാരിറ്റൻസ് താമസിക്കുന്ന ആ സ്ഥലം വഴി യേശു ബോധപൂർവം, മനഃപൂർവ്വം, ഇറ്റ്സ് നോട്ട് ബിക്കോസ് he did not have any other option, there were options. അതുവഴി പോകുമ്പോൾ ഒരു വലിയ സന്ദേശമാണ്. The gospel is for everyone. ഏത് എത്നിക് ഗ്രൂപ്പിലുമുള്ളവർക്കുള്ളതാണ്. നമ്മുടെ ഭാഷ സംസാരിക്കാത്തവർ, നമ്മുടെ രീതികൾ അല്ലാത്തവർ, ആരുമാകട്ടെ, അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് സുവിശേഷം. യേശു അതുവഴി പോവുകയാണ്. അപ്പൊ 53-ാം വാക്യത്തിൽ, എന്നാൽ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. ശിഷ്യത്വ പാതയിൽ നടക്കുന്ന ദൈവമക്കൾ അറിയണം, ദൃഢനിശ്ചയത്തോടെ യെരുശലേമിലേക്ക് ക്രൂശ് യാഗമായി തീരുവാനായി കടന്നു പോകുന്ന യേശുവിനെ സമാരിറ്റൻ ആളുകൾ റിജക്റ്റ് ചെയ്തു. സഹിക്കാൻ കഴിയാതെ അവർ പറയുന്നു, തീ ഇറക്കണമെന്നൊക്കെ ശിഷ്യന്മാരെ.
ക്രിസ്ത്യാനിറ്റി യഥാർത്ഥമായി നമ്മൾ ഏറ്റെടുത്ത് ജീവിക്കാൻ തയ്യാറായാൽ we will be rejected. സഹിക്കാൻ ഒക്കുമോ? അപ്പോഴത്തേക്ക് നമ്മൾ തീയിറക്കുമെന്നല്ലായിരിക്കും പറഞ്ഞു, പ്രാർത്ഥിച്ചവനെ ഒത്തുക്കും ഞാൻ. അയ്യോ, അതല്ല കർത്താവിന്റെ മാർഗം. ജീസസ് വാസ് റിജക്റ്റഡ്. ശരിക്കും സമാരിറ്റൻ ആളുകൾക്കാണ് ലോസ്. നിത്യജീവന്റെ ഉറവയാകുന്ന കർത്താവിന്റെ സ്നേഹത്തിൽ അവർക്കും ഒരു ഓഫർ ഉണ്ട്, ഇറ്റേണൽ ലൈഫിന്റെ. ആൻഡ് ജീസസ് വാണ്ട്സ് ടു പാസ് ത്രൂ ദ പ്ലേസ്. പക്ഷെ അവർക്ക് യേശു ആരാണെന്ന് അറിഞ്ഞുകൂടാ. അവരുടെ പ്രശ്നം, ഹി ഈസ് ഗോയിങ് ടു ജെറുസലേം. അതുകൊണ്ട് കർത്താവിനെ റിജക്റ്റ് ചെയ്തവര്. അപ്പൊ ശമര്യയിൽ വംശീയ മുൻപന്തിയാണ് ഈ സംഘത്തെ നേരിടുന്നത്. സ്തോത്രം. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. ഗലീലയിലെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അവിടുന്ന് വളർന്നു വന്ന സിനഗോഗിൽ ആദ്യത്തെ പ്രഭാഷണം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. അഭിഷക്തനാകുന്ന മസ്സയ വന്ന് യെശയ്യാ പ്രവചനത്തെ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ ഇത് നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ they should have been grateful to God. അതിന് പകരം അത് എന്ത് ചെയ്തു? കർത്താവിനെ കൊല്ലുവാൻ തയ്യാറായെന്ന്. Nazareth rejected Jesus. Rejection is part of the Christian life, and it can happen in any place. സഭാവിശ്വാസികൾ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൂടുമ്പം you can be a rejected person. Your husband can reject you, your wife can reject you, your children can reject you, your in-laws can reject you, your neighbors can reject you. റിജക്റ്റഡ് ആകുമ്പോൾ എന്നാ പിന്നെ ഇനി യെരൂശലേം വേണ്ട. നോ, he will complete the course. ഇവിടെ റിജക്റ്റ് ആയാൽ ഞാൻ വേറെ ഒരു ഗ്രാമത്തിൽ പോകും. സുവിശേഷ പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്ന ദൈവമക്കൾക്ക് ഈ അനുഭവം ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാവാം. എനിക്കുണ്ടായിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചോളം കർത്താവിന്റെ നാമനിമിത്തം അത് അനുഭവിക്കുമ്പോൾ അഭിമാനമാണ്. ഏതെങ്കിലും വീടുകളിൽ നിന്ന് പുറത്താക്കിയാലോ ദേശങ്ങളിൽ നിന്ന് പുറത്താക്കിയാലോ നിർത്തടാ നിന്റെ പ്രസംഗമെന്നും പറഞ്ഞ് ആളുകൾ വെല്ലുവിളിച്ചാൽ അത് അഭിമാനമാണ്. You can expect all this to happen in your Christian life and ministry. Jesus was rejected. മനസ്സ് മടിക്കത്തില്ല. ഇതെന്റെ പ്രിയപ്പെട്ടവരോട് പറയുവാൻ ഞാൻ വളരെ തിടുക്കത്തിലാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. The way to the cross, the way to Jerusalem, and whatever happens in Jerusalem, ഉറപ്പില്ലാത്തവരാണെങ്കിൽ പതറും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് ക്രൂശിതനാകുന്നതിന് തൊട്ടു മുൻപ് അവിടുന്ന് പറയുന്നത്, ഫാദർ, I brought you glory on earth by completing the task that you have given me. മൂക്കി പഞ്ഞി വെക്കുന്നതിന് മുമ്പ് ഇത് പറയണോ? വെട്ടിക്കകത്ത് കയറുന്നതിന് മുമ്പ് ഇത് പറയണോ? പറയണമെങ്കിൽ ദൃഢനിശ്ചയം വേണം. ഡിനോമിനേഷൻസ് നമ്മളെ തള്ളിക്കളയും, റിജക്റ്റ് ചെയ്യും. സംഘടനകൾ, സംഘങ്ങൾ, സ്വന്തക്കാര്, ചാർച്ചക്കാര്,
കൂടെ മരിക്കുമെന്ന് പറഞ്ഞ ആളുകൾ നമ്മളെ തള്ളിക്കളയുമ്പോൾ ഡോണ്ട് ബി ഡിസ്കറേജ്ഡ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കോണം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകും. കംപ്ലീറ്റ് ദ കോഴ്സ്. യേശു ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിതാവിനോട് പറയാ, ഐ ബ്രോട്ട് യു ഗ്ലോറി ഓൺ എർത്ത്. നമ്മുടെ എല്ലാ ആഗ്രഹം അതാ, കർത്താവെ എന്റെ ജീവിതത്തിലൂടെ മഹത്വം എടുക്കണമേ. എങ്ങനെയാ മഹത്വം എടുക്കുന്നത്? എന്റെ ഇഷ്ടം ചെയ്യാതെ പിതാവാം ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുക. പൂർത്തീകരിക്കുന്നതിനിടയ്ക്ക് കടുത്ത വില കൊടുക്കേണ്ടി വരും. ബട്ട് വി കംപ്ലീറ്റ് ദ കോഴ്സ്. ലുക്ക് അറ്റ് ദിസ് മാൻ പോൾ who completed the course. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എവിടെ കിടന്നപ്പോഴാണ് ഇത് പറയുന്നത്? He is in a prison and he is going to die. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ടുപോയി. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ പല കാര്യങ്ങളും ചെയ്തു. Praise the Lord. നാളെ ഈ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നവര് they will chop off my head. ദൃഢനിശ്ചയമാണ്, ദൃഢനിശ്ചയം. അല്ലാതെ ഈ ആളുകൾ ചിന്തിക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ഞാൻ കർത്താവിന്റെ കൂടെ വന്ന് അന്ന് മുതൽ അടിക്കടി, കഴിഞ്ഞ വർഷം മെഴ്സഡീസ് ആയിരുന്നു, ഈ വർഷം എനിക്ക് BMW. പ്ലീസ് ഓൾ ദിസ്. ഇതെന്താ ഈ പറയുന്നതെന്നും അറിയത്തില്ല. ഇതിന് പോയി കൈയടിക്കാൻ കുറെ പുള്ളികളും. ലുക്ക് അറ്റ് ദ ബൈബിൾ. ജീസസ് വാസ് റിജക്റ്റഡ് ബൈ ദ സമാരിറ്റൻസ്. എന്താ കാരണം? എന്താ? യേശു നിങ്ങൾക്കെതിരെ വല്ലതും ചെയ്തോ? വല്ലതും പറഞ്ഞു? നോ, ഹി ഈസ് ഗോയിങ് ടു ജെറുസലേം. യെരുശലേമിൽ ദേവാലയത്തിൽ പോകുന്നു. യെരുശലേമിലേക്ക് പോകുന്ന ഒരാളിനെ നോ, വി ഡോണ്ട് എന്റർടൈൻ. അതാണ് ഇവിടുത്തെ വിഷയം. നസ്രയത്തുകാര് കർത്താവിനെ തിരസ്കരിച്ചു. എത്ര ആളുകൾ കർത്താവിനെ തിരസ്കരിച്ചു. ശമരിയക്കാർ തിരസ്കരിച്ചു. കർത്താവിനെ അവിടെ കൈക്കൊള്ളാൻ അവർ തയ്യാറല്ല. ബേത്ലഹേമിൽ മുറിയുണ്ടായിരുന്നു, ജനനത്തിങ്കൽ ഇല്ല. അവിടെ മുറിയില്ല. ആട്ടെ, യെരുശലേമിൽ ചെന്നാൽ വല്ലതും കിട്ടുമോ? നോ, they will reject him. ഇത് ശിഷ്യന്മാർ, കൂടെ നടക്കുന്നവർ ഈ പാഠം മനസ്സിലാക്കണം. And it was very hard lesson for them. കാരണം അവരുടെ മനസ്സിൽ വരുന്നത് തീ ഇറക്കി നശിപ്പിക്കണം. We will retaliate. ജീസസ് വന്നിരിക്കുന്ന അതിനല്ല. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക പ്രിയരെ. റിജക്ഷൻസ് കൈകാര്യം ചെയ്യുന്നത് റിറ്റാലിയേഷനിലൂടെ അല്ല. ഏതാണ്ട് വിളിച്ചു, ഫോണിലൂടെ ഏതാണ്ട് പറഞ്ഞു, വാട്സാപ്പിൽ ഏതാണ്ട് പറഞ്ഞു. സോ വാട്ട്? ഡോണ്ട് ബാക്ക് ഓഫ്. വി ഹാവ് ടു കംപ്ലീറ്റ് ദ കോഴ്സ്. ഞാന് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. എന്തെല്ലാം ആക്ഷേപങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ മടുപ്പിക്കുന്നത് ആളുകൾ പ്രയോഗിക്കും. ട്രസ്റ്റ് ഇൻ ഗോഡ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ വിടുക. എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ബിലീവ് മീ ബ്രദർ, വളരെ ഹർട്ടാകുന്ന അനുഭവങ്ങൾ വന്നിട്ടുള്ളപ്പോൾ, യു നോ വാട്ട് ഐ ഡു? ഐ ലുക്ക് അറ്റ് മൈ ലോർഡ് and then I am strengthened. അടുത്ത ചുവട് വെക്കാനുള്ള ഊർജം എനിക്ക് കർത്താവിനെ നോക്കുമ്പോൾ എനിക്ക് ആ ഊർജം ലഭിക്കുന്നു. അവിടുന്ന് കൃപ പകരും. നിരാശപ്പെട്ടു പോകാതെ
മടുത്തു പോകാതെ അടുത്ത ചുവട് വെക്കുവാനുള്ള ദൈവകൃപ. ലുക്ക് ആറ്റ് ജീസസ്. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈവൻ കർത്താവിന്റെ ഹാഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് കർത്താവിനെ അംഗീകരിച്ചില്ല. ആ കാലഘട്ടത്തിലെ കൂടിയ സ്കോളേഴ്സ് ആണെന്ന് പറഞ്ഞ് തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്ന റിലീജിയസ് ലീഡേഴ്സ് റിജക്റ്റഡ് him. It is very hard. It's not easy. It is hard. It is hard. പക്ഷെ നമുക്ക് മുൻപ് ഒരാൾ നടന്നിട്ടുണ്ട്. കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ he will give us grace to complete the task the Father has allotted to each one of us. 54-ാം വാക്യം. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അതിന് മറുപടി കർത്താവ് പറഞ്ഞു. ഈ 9-ാം അധ്യായത്തിൽ ധാരാളം തവണ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ കർത്താവ് ഇവരെ ശാസിക്കുന്നു. അവൻ തിരിഞ്ഞവരെ ശാസിച്ച്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനം എന്ന് നിങ്ങൾ അറിയുന്നില്ല. പ്രിയരെ, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശമര്യരും സുവിശേഷം കേട്ടോ. ഫിലിപ്പോസ് ഉപദേശി അവിടെ പോയി സുവിശേഷം പറഞ്ഞു. ഇന്ന് ഭസ്മമായതായിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഭസ്മമായിരുന്നെങ്കിൽ they would never hear the gospel. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ ന്യായവിധിയുടെ സമയമല്ല. കർത്താവ് ശിഷ്യന്മാരെ ശാസിച്ചു. പക്ഷെ നിരന്തരമായി ഗുഡ് ന്യൂസ് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശൈലിയും ശീലവുമാണെങ്കിൽ ന്യായവിധി ഉണ്ട് എന്നുള്ള കാര്യവും മറന്നു പോകരുത്. ദിസ് വാസ് നോട്ട് ദ ടൈം ഫോർ ദി സമാരിറ്റൻസ്. കർത്താവ് വന്നത് എന്തിനാ? കർത്താവ് വന്നത് ലൂക്കോസ് 19:10 കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. യോഹന്നാൻ 12:47 എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ രക്ഷിപ്പാൻ അത്രേ വന്നത്. 56-ാം വാക്യം ശ്രദ്ധിച്ചേ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. നമ്മള് ഈ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ പഠിക്കുമ്പോഴേ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പ്രിയരെ. പൗലോസിന്റെ മിഷണറി യാത്രയിൽ ലുസ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകളെല്ലാം കൂടെ കർത്തൃദാസനെ എറിഞ്ഞു. വേദപണ്ഡിതന്മാര് പറയുന്നത് പോസിബിളി ആ സമയത്തായിരിക്കും അദ്ദേഹം മരിച്ചതെന്നും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതെന്നൊക്കെ ഒരു ചിന്തയുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, ശിഷ്യന്മാര് ചുറ്റിനും നിന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം എഴുന്നേറ്റു. കൂളായിട്ട് എഴുതിയിരിക്കുന്നത് ആൻഡ് ഹി വെന്റ് ടു ദ നെക്സ്റ്റ് പ്ലേസ്. അല്ലാതെ ഓർത്തോളം ഞാനീ പറയുന്നത്, എന്റെ അകത്ത് പകയോ പിണക്കമോ വെച്ച് പുലർത്തുകയല്ല. ഇത് വളരെ സൂക്ഷിക്കുക. അവനെ കുറച്ചു നാളായിട്ട് വാട്സാപ്പിലൊക്കെ എനിക്ക് വിരോധമാണ്. എന്നിട്ട് അതിങ്ങനെ ഇരിക്കുക, ഒന്നും പറയത്തില്ല. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ടൈപ്പിന്റെ അനുഭവം ഉള്ളിൽ വെച്ച് നീങ്ങരുത്. ഗോസ്പല് നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ്. ജീസസിന്റെ മാതൃക പിൻപറ്റ്. കർത്തൃദാസന്മാര്
നശിപ്പിക്കാനല്ല, രക്ഷയുടെ സന്ദേശം അറിയിക്കാനാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. Praise the Lord. കർത്താവ് ഈ ലൂക്കോസ് 9 തന്നെ നിങ്ങൾ അതിന്റെ 5-ാം വാക്യം ശ്രദ്ധിച്ചാൽ, പ്രവർത്തനത്തിന് ഈ 12 പേരെ കർത്താവ് അയക്കുമ്പോൾ അവരോട് പറഞ്ഞു, see there will be some places where they're going to reject you. അന്നേരം പൊടി തട്ടിയിട്ട് പോണം. നിങ്ങൾ 10-ാം അധ്യായത്തിൽ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെയും പറയുന്നുണ്ട്, this is part of the Christian ministry. എവിടെയാണെങ്കിലും കുറെ ആളുകൾ വിമർശിക്കും, കുറെ ആളുകൾ കളിയാക്കും, കുറെ ആളുകൾ നമ്മളെ റിജക്റ്റ് ചെയ്യും. ക്രിസ്തു നിമിത്തം വീടുകളിൽ നിന്ന് പുറത്താക്കിയവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ആ പകയോ പിണക്കമോ ഒന്നും വെക്കാതെ, I am a follower of Jesus Christ and I am determined to complete the course. മനസ്സുറപ്പിക്കണം. റിജക്ഷൻസ് വിൽ കം. ഏറ്റവും കൂടെ നമ്മൾ വിശ്വസ്തരെന്ന് എണ്ണിയവർ തന്നെ ഒറ്റിക്കൊടുക്കും. ചിലപ്പോൾ കൊടുത്തിട്ടില്ലേ? നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തവർ നമുക്ക് വിരോധമായി പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ്. ഇറ്റ് ഈസ് വെരി ഹാർഡ്. ഹൃദയത്തിനകത്തൂടെ വാള് കയറി പോകുന്ന പോലെ തോന്നും. നേരെ ഞാനൊരു നല്ല കാര്യം പറയാം. ഗോ ഇൻ ടു യുവർ ഇന്നർ റൂം. കുറച്ച് സമയം ഇങ്ങനെ സ്തോത്രവും സ്തുതിയും ഒക്കെ ചെയ്ത് പാടി ദൈവത്തിന് സ്തോത്രം ചെയ്ത് അറിയാതെ ദൈവാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ അയക്കുമ്പോൾ കുറെ കരയും നമ്മൾ. And then in that presence we will be lost. ആ മുറിക്കകത്തുനിന്ന് ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ ആ കയ്പും വിദ്വേഷവും ഇതെല്ലാം ആ വിഷമകത്തുനിന്ന് മാറും. നമ്മളെ റിജക്റ്റ് ചെയ്തവരും നമുക്കെതിരെ, നമ്മുടെ മലയാള ഭാഷ ഉപയോഗിക്കുക കേട്ടോ, നമുക്ക് പണി തന്നവരും. We must be in a position to say, hello brother, how are you doing this day? കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പോകുന്ന യാത്രയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. He set his face towards Jerusalem. നന്നായി അറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. He will go. നമ്മളെ സ്നേഹിച്ചുകൊണ്ട് he went. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ he went. ശിഷ്യന്മാരായ നമ്മൾ ഈ പാതയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വീട്ടിനകത്തുള്ളവർ പുറത്തുള്ളവർ, ചർച്ചിനകത്തുള്ളവർ പുറത്തുള്ളവരൊക്കെ they can reject us, say bad things about us. ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. Forgive, forget. ടാർഗറ്റിലേക്ക് പോകണം. മനസ്സ് ഉറപ്പിക്കണം. God bless you.